മനസ്സന്നാവട്ടെ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, അനധ്യാപകരെ, എന്റെ പ്രിയ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഇന്ന് 2024-25 കലാലയ യൂണിയൻ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വിശിഷ്ട വ്യക്തി, ബഹുമാനപ്പെട്ട മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറിനെ ഞാൻ എന്റെയും കലാലയ യൂണിയന്റെയും പേരിൽ സ്നേഹാദരങ്ങൾ നേരുന്നു. സംസ്കൃതത്തിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഒരു കവിതയുണ്ട്. ദേവാത്മനോ ഹിമവദ ഗലു സന്നിധാനാൻ സർവോന്നതേതി ജഗതി പ്രതിപാന്തരിത്രീ ലോകോത്തരസ്യ പുരുഷസ്യ ഹി ഗാന്ധിനാംനോ ജന്മഗൃഹാം ജഗതി തും കതരാമഭൂവ. സുഹൃത്തുക്കളെ, എന്റെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കവിതയാണ് ഇത്. ഞാൻ ആദ്യമായി 2014 ഒരു സ്കൂൾ കലോത്സവ വേദിയിൽ ആദ്യമായി ആലപിക്കുന്ന ഒരു കവിത. ആക്ച്വലി ഞാൻ വളരെയധികം ഒരു സ്റ്റേജ് ഫിയർ ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ എന്നിലൊരു കഴിവ് ഉണ്ട് എന്നും അത് വേദിക്ക് മുന്നിൽ കൊണ്ടുവന്നതും എന്റെ അച്ഛനാണ്. എന്റെ അച്ഛൻ ഒരു കലാകാരനാണ്. അച്ഛനെ കണ്ടാണ് ഞാൻ വളർന്നത്. അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ കവിതകൾ പഠിച്ചതും നാടകങ്ങൾ കണ്ടതും എഴുതാൻ തുടങ്ങിയതും എല്ലാം. ഞാൻ കേട്ടിട്ടുണ്ട്, ചിലർക്ക് പാടാനാണ് കഴിവ്, ചിലർക്ക് വരയ്ക്കാനാണ് കഴിവ്, ചിലർക്ക് ഡാൻസ് കളിക്കാനാണ് കഴിവ് എന്നൊക്കെ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ട് എന്ന്. ശരിയാണ്, നമുക്കിടയിൽ നന്നായി പാട്ട് പാടുന്നവരുണ്ട്. പക്ഷേ എന്റെ ശബ്ദത്തിൽ, എന്റെ താളത്തിൽ പാടുവാൻ എനിക്ക് മാത്രമേ കഴിയൂ. ഇവിടെ നന്നായി വരയ്ക്കാൻ കഴിയുന്നവരുണ്ട്. പക്ഷേ എന്റെ മനസ്സിലുള്ള ചിത്രം അത് ആ ക്യാൻവാസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് എന്റെ കൈകൾക്ക് മാത്രമാണ് സാധിക്കുക. നന്നായി പ്രസംഗം പറയാൻ, നന്നായി കവിതകൾ പാടാൻ ഒക്കെ എനിക്ക് കഴിയും എന്നുള്ള വിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഞാൻ ആരിൽ നിന്നും വ്യത്യസ്തനല്ല. പക്ഷേ എനിക്ക് കഴിയും എന്ന് വിശ്വസിച്ചാൽ എനിക്ക് കഴിയും. ഞാൻ പാടണോ? ഞാൻ പാടും. ഞാൻ വരയ്ക്കണോ? ഞാൻ വരയ്ക്കും. ഞാൻ ഡാൻസ് കളിക്കണോ? ഞാൻ കളിക്കും. ഒക്കെ ഒരു കോൺഫിഡൻസ് ആണ്. നിങ്ങളുടെ NSS വോളണ്ടിയർ സെക്രട്ടറി എന്ന നിലയിൽ, നിങ്ങളുടെ സോൾമേറ്റ്സ് ലിറ്റ്കോഫ് സ്റ്റുഡന്റ് കോർഡിനേറ്റർ എന്ന നിലയിൽ, ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം ആർട്സ് ക്ലബ് സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പറയുന്നു, എല്ലാം ഒരു കോൺഫിഡൻസ് ആണ്. അവസരങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. നമ്മളത് കണ്ടെത്തണം, നമ്മളത് പിടിച്ചു വാങ്ങണം, എന്നിട്ട് പ്രവർത്തിക്കണം. നമ്മളെല്ലാവരും കേട്ട് ശീലിച്ചതുപോലെ ലയോള ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. അത് സത്യമാണ്. ഇനി ഇവിടെ ആർട്സ് ഡേ വരും, നമ്മൾ പങ്കെടുക്കണം. ഇനി ഇവിടെ സ്പോർട്സ് ഡേ വരും, നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. ഇനി ഇവിടെ ധാരാളം പരിപാടികൾ വരും, ധാരാളം വേദികൾ, ധാരാളം അവസരങ്ങൾ. നിങ്ങൾ അതിലെല്ലാം പങ്കെടുത്തുകൊണ്ട്, അതിന്റെ എല്ലാം ഭാഗമായിക്കൊണ്ട് ലയോള കോളേജിന്റെ സ്വർണ്ണ ലിപികളിൽ നിങ്ങൾ നിങ്ങളുടെ പേരുകൾ ചേർക്കണം. അങ്ങനെ കാലം പറയണം, നിങ്ങളിൽ ഒരാൾ ഇവിടെ പഠിച്ചിരുന്നുവെന്ന്, നിങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നുവെന്ന്. അങ്ങനെ ഈ കലാലയത്തിന്റെ തുടിപ്പാവാൻ നിങ്ങളെ ഓരോരുത്തരെയും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you so much, Devadith, for your wide